വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ജീവിതങ്ങൾ, ആരുമില്ലാത്തവർക്ക് എല്ലാമായി മാറുന്ന തണൽ മരങ്ങൾ. ഇത് കോട്ടയം ജില്ലയിലെ അയർക്കുന്നത്തിനടുത്ത് അമയന്നൂരിൽ അഗതികളായ നൂറുകണക്കിന് സ്ത്രീകൾക്ക് അഭയമൊരുക്കുന്ന ജ്യോതിർഭവൻ എന്ന സ്നേഹകൂടാരത്തിന്റെ സ്ഥാപക ലൈലാമ്മ ജോൺ. സുവിശേഷത്തിന്റെ കാരുണ്യം ഒരു പ്രേക്ഷിത ശുശ്രൂഷയായി നിർവഹിക്കുന്ന ലൈലാമ്മ തന്നെ വഴി നടത്തുന്ന ദൈവിക സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. ലൈലാമ്മയെ പരിചയപ്പെടാനായിട്ട് വന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം പണ്ട് ജീസസിലും ക്രിസ്ത്യനിലും ഒക്കെ പ്രവർത്തിച്ച് കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോഴാണ് അറിയുന്നത് ഇത്ര മഹത്തായ കാര്യങ്ങൾ കർത്താവ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തണൽ മരങ്ങൾ എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ലൈലാമ്മയുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് ദൈവമഹത്വത്തിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാം. ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ അമ്മയന്നൂർ ഗ്രാമത്തിലാണ്. ഞങ്ങൾ അച്ഛനും അമ്മയും 2 കുട്ടികളാണ്. ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനയോടെ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നുണ്ടെന്ന്. അപ്പച്ചനും അമ്മയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വളർന്നു വന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാവങ്ങളോടും പ്രത്യേകിച്ചും പ്രായമായവരോടൊക്കെ ഭയങ്കര സ്നേഹവും അടുപ്പവുമായിരുന്നു. അങ്ങനെ 1989 ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കുവാനിടയായി. ആ ധ്യാനത്തിന് ശേഷം ഇങ്ങനെ ഇടവകയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുകയും കോട്ടയത്ത് അഭയഭവനിലും ശാന്തിഭവനിലും ഒക്കെ പോയി പാവങ്ങൾ അമ്മച്ചിമാരെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുക അവരോടുകൂടി ആയിരിക്കും. പ്രത്യേകിച്ചും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അമ്മച്ചിമാരുടെ കൂടിയാണ് ഭക്ഷണം കഴിക്കുകയും ആ ദിവസം അവരോടുകൂടി പങ്കിട്ടിരുന്നു. അങ്ങനെ ചെറുപ്പം തൊട്ടേ നല്ലൊരു ആത്മീയതയിൽ വളർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ സാഹചര്യത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. പിന്നീട് ഇതെങ്ങനെ സഹായിച്ചു? പിന്നീട് വളർന്നു വന്ന സാഹചര്യത്തിൽ സഹായിച്ചു വന്ന് ഞാൻ ആദ്യം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പം അതും പ്രകാരം അങ്ങനെ ആഗ്രഹിച്ച സമയത്ത് നവജീവൻ ട്രസ്റ്റിനെ പറ്റി അറിയാനിടയായി. അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അങ്ങനെ അവിടെ പോയി 9 വർഷക്കാലം നവജീവൻ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഒരു സിസ്റ്റർ ആയിരിക്കുമ്പം അതിന് പരിമിതികളുണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഏകസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ശുശ്രൂഷിക്കാമെന്ന് കരുതി അവിടെ അങ്ങനെ ശുശ്രൂഷ ചെയ്ത് അതിനുശേഷം കട്ടപ്പനയുള്ള സ്നേഹാശ്രമത്തിലും കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ. കല്യാണത്തിന് മുമ്പായിരുന്നു. ഏകസ്ഥ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്ന ആള് പിന്നീട് കേട്ടത് ഞാൻ വിവാഹം കഴിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഒന്ന് വിശദീകരിക്കാം. അങ്ങനെയാണ് ഏകസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശുശ്രൂഷ ചെയ്തപ്പോൾ സമയത്തിന് ഇങ്ങനെ ഒരു കുടുംബജീവിതത്തോട് താല്പര്യം തോന്നി. അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് പോയി. അത് 2 കണ്ണും കാഴ്ചയില്ലാത്ത ആളെയായിരുന്നു വിവാഹം ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് ഒന്നുമില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അമേരിക്കയിലുള്ള ഒരു മദാമ ബ്ലൈൻഡായിരുന്നു. ആ മദാമയുടെ ജന്മദിനത്തിന് ഞങ്ങൾക്കൊരു വീട് സ്പോൺസർ ചെയ്തു. ആ വീട്ടിലാണ് ഞങ്ങൾ തുടർന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ തന്നെ 2003 ഈ അന്തരനാഥർ വികലാംഗരെന്നും പറഞ്ഞ് ഞങ്ങൾ സ്ഥാപനം ആരംഭിച്ചു. പിന്നെ അങ്ങനെ വീട്ടിലങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. പിന്നീട് 2011 ഭർത്താവ് മരിച്ചത്. ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടു. മക്കളില്ല. കോട്ടയത്തിൻ്റെ പല ഭാഗത്തും ഇടുക്കിയിലും ഒക്കെ ശുശ്രൂഷ ചെയ്യാൻ പോയിട്ടുള്ള എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ലൈലാമ്മ അങ്ങനെയൊക്കെ ആയിരുന്ന ആൾ ഈ ശുശ്രൂഷയിലേക്ക് എങ്ങനെയാണ് ലൈലാമ്മ വന്നതെന്ന് പറയാമോ? ശുശ്രൂഷ ചെയ്തുകൊണ്ട സമയത്ത് എനിക്ക് വിവാഹം കഴിച്ച് കൂടുതൽ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് ഞാൻ അനാഥനായ ഒരാളെയാണ് വിവാഹം ചെയ്തത്. 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. വിവാഹശേഷം എൻ്റെ കുടുംബത്തിൽ താമസിക്കുകയും അതിനുശേഷം 2003 ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭവനമുണ്ടാകുകയും, ഭവനം എന്ന് പറഞ്ഞാൽ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് 80 വയസ്സ് അമേരിക്കയിലുള്ളവരും മദാമ്മ അവരുടെ 89ാം പിറന്നാളിന് എൻ്റെ ഭർത്താവ് ബ്ലൈൻഡ് ആയതുകൊണ്ട് ഒരു സ്വന്തമായിട്ട് സ്പോൺസർ ചെയ്ത് ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായി. ആ ഭവനത്തിൽ അതായത് എപ്പോഴും ചെറുപ്പം തൊട്ടേ ഈ പാവങ്ങളെ ശുശ്രൂഷിക്കണം സ്നേഹിക്കണം ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് ദൈവം എനിക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ദൈവം എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കണ്ട് എനിക്ക് ദൈവം അതിനും ഉള്ള അവസരം തന്നു. തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്. അവിടെ ആരംഭിച്ചു. 3 പേരെ 2003 ജൂലൈ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ നാമധേയത്തിലാണ് സ്ഥാപനം ആരംഭിച്ചത്. ആരംഭിച്ച അന്ന് 3 കണ്ണു കാണാൻ മേലാത്ത 3 അനാഥരായ മക്കളുണ്ടായിരുന്നു. പുരുഷന്മാരായിരുന്നു. അങ്ങനെ സ്ഥാപനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 7 വർഷക്കാലം ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കാമെന്ന്. അതിനുശേഷം ഞങ്ങൾക്ക് ഗവൺമെൻറ് നിയമപ്രകാരം സ്വന്തമായിട്ട് സ്ഥലവും സൗകര്യങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ആളുകളുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോൾ അവരെ അതിനകത്ത് സംരക്ഷിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത 21 പേരുണ്ടായിരുന്നു.
ഞങ്ങൾ ഈ അനാഥരായ മക്കളും ഞാനും എൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന സമയത്ത് ഗവൺമെൻറ് നിയമപ്രകാരം സ്വന്തമായിട്ട് ഈ സ്ഥാപനത്തിൽ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ബുദ്ധിമുട്ടിയ സമയങ്ങളിൽ ദൈവം ഇടപെട്ടു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാതെ, അതായത് ജോസ് ചാഴികാട് എന്ന് പറഞ്ഞ അച്ഛൻ്റെ മാസികയിൽ ഇങ്ങനെ പല പ്രാവശ്യം നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഇടുമായിരുന്നു. അങ്ങനെ അത് കണ്ട് അമേരിക്കയിലുള്ളൊരു സഹോദരൻ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ തരാൻ വേണ്ടി ആഗ്രഹിച്ച് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നില പണിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് സ്ഥലമില്ലായിരുന്നു. അപ്പോൾ സ്ഥലമില്ലാത്ത സമയത്ത് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പല ദേവാലയങ്ങളിലും കളക്ഷന് വേണ്ടി പോയിരുന്നു. പക്ഷേ അതൊന്നും കിട്ടിയില്ല. എങ്കിൽ പോലും നല്ലവരായ നാട്ടുകാർ നമ്മളെ സഹായിച്ചു. അതോടൊപ്പം നീണ്ടൂർ പ്രദേശങ്ങളെ, കൈപ്പുഴ പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ പോയി സഹായം ചോദിച്ചപ്പോഴത്തേന് അവിടെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് സഹായിച്ചു. അങ്ങനെ 2.5 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടി. അപ്പോൾ സ്ഥലത്തിന് മൊത്തം 3.25 ലക്ഷം രൂപയായിരുന്നു. 2.5 കിട്ടിക്കഴിഞ്ഞ് ബാക്കി അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ നമുക്ക് ആധാരം ചെയ്യാൻ പറ്റിയില്ല. 3 മാസത്തെ എഗ്രിമെൻ്റ് എഴുതിയാണ് നമ്മൾ സ്ഥലം വാങ്ങിയത്. 10,000 രൂപയാണ് ആദ്യം അഡ്വാൻസ് കൊടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും 1.5 മാസം കഴിഞ്ഞപ്പം ബാക്കി രൂപയും കൂടെ കൊടുത്തു. അങ്ങനെ ടോട്ടൽ 2.5 കൊടുത്തു. ബാക്കി രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സഹോദരനെയും കൊണ്ട് ഇവിടെ വന്നു. ആ സഹോദരൻ അത് ആധാരം ചെയ്യാൻ ഇരിക്കുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞ് നമ്മൾ കൊടുത്ത രൂപയ്ക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ അച്ഛനും ഈ സഹോദരനും കൂടെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു നാളെ തന്നെ ആധാരം നടന്നോട്ടെ എന്നും പറഞ്ഞ് ബാക്കി 1.25 ലക്ഷം രൂപയും കൂടെ ഈ സ്ഥാനത്ത് തന്ന് സഹായിച്ചു. അതാണ് തക്ക സമയത്ത് കർത്താവ് ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ നമുക്ക് ആധാരം ചെയ്യാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം. പറമ്പ് വാങ്ങിച്ചു. കെട്ടിടം ഈ അമേരിക്ക ഉള്ള ജോർജ് പാച്ചി എന്ന് പറഞ്ഞ സഹോദരൻ 5 ലക്ഷം രൂപ തന്ന് നമ്മളെ സഹായിക്കാനായിരുന്നു മനസ്സിൽ പ്ലാൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു ഞാൻ ഒരു നില ഞാൻ പണിത് തന്നോളാമെന്നും പറഞ്ഞു. അങ്ങനെ 21 ലക്ഷം രൂപയ്ക്ക് അന്ന് ഈ ബിൽഡിങ് പണിത് വന്നു. അങ്ങനെയാണ് ദൈവപരമായി മുന്നോട്ട് പോകുന്നത്. ജ്യോതിർഭവൻ ഇതിനോടകം 300-ലധികം ജീവിതങ്ങൾക്ക് തണലൊരുക്കിയ ഭവനം. രോഗികളും ആലംബഹീനരുമായ ഇവർക്ക് മുൻപിൽ ക്രിസ്തു സ്നേഹത്തിന്റെ പുണ്യം പകർന്ന് ഇവർ ശുശ്രൂഷ ചെയ്യുന്നു. സുവിശേഷത്തിന്റെ പുത്തൻ സ്നേഹസുഗന്ധം ഇവിടെ ഇവർക്കായി പകർന്നു നൽകുന്നു. ശുശ്രൂഷാവേളയിലും പലപ്പോഴും ദൈവപരിപാലനം അനുഭവിച്ചതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും ഇവിടെയും അങ്ങനെ ഇടപെടുന്ന കണ്ടിട്ടുണ്ട് കർത്താവ്. ഇവിടെയും ഞങ്ങൾ അതുപോലെ അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു അപ്പച്ചനെ പുരുഷന്മാർ സംരക്ഷിക്കുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സഹോദരനെ ഒരു വശം കംപ്ലീറ്റ് തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിൽ എടുത്തുകൊണ്ട് വന്നതാണ്. അത് കിടത്തി കഴിഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങളും ജപമാല എത്തിക്കും. അപ്പം ജപമാല ചൊല്ലിയ സമയത്ത് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ശക്തമായിട്ട് എൻ്റെ മനസ്സിലൊരു പ്രേരണയുണ്ടായി. എഴുന്നേറ്റ് ചെന്ന് ആ സഹോദരൻ്റെ നെറ്റിയെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ജപം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് സഹോദരൻ്റെ കട്ടിലിൻ്റെ അടുത്തിരുന്ന് നെറ്റിയിൽ ഇങ്ങനെ ജപമാലയും കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് സഹോദരൻ ചോദിച്ചു എനിക്ക് വെള്ളം തരാമോ. അതുവരെ സംസാരശേഷിയില്ലായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കില്ല, വെള്ളം മാത്രം നമ്മൾ സ്പൂണിൽ കോരി കൊടുക്കുമായിരുന്നു. അങ്ങനെ വെള്ളം കൊടുത്ത് അത് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പം ഭക്ഷണം കഞ്ഞി തട്ടേന്ന് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു. ബ്രെഡ് തട്ടേന്ന് ചോദിച്ചപ്പം തല കുലുക്കി. കാരണം ബ്രെഡ് കൊടുത്ത് അങ്ങനെ 5 പീസ് ബ്രെഡിൻ്റെ കഷ്ണം കഴിച്ചു. പിന്നീട് അതിനുശേഷം ആ സഹോദരൻ തളർന്ന് കിടന്ന് എഴുന്നേറ്റ് നടന്ന് 2 ആഴ്ചക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിറ്റ്സിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാൻ പ്രയാസമായതുകൊണ്ട് കോട്ടയം നവജീവൻ ട്രസ്റ്റ് കൊണ്ടേ ആക്കി. വേറെ ആരെങ്കിലും ഇതുപോലെ അനുഭവങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഞങ്ങളെല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പം രാവിലെ കഞ്ഞിയാണ്, ഉച്ചയ്ക്ക് ബ്രെഡും പഴമാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം മേടിക്കാൻ ഞങ്ങളുടെ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരോടും അമ്മമാരോടും പറഞ്ഞു പ്രാർത്ഥിച്ചു നമുക്ക് ദൈവം തക്ക സമയത്ത് കൊണ്ട് തന്നോളും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. 12:15 ഒരമ്മച്ചി ചട്ടയും മുണ്ടെടുത്ത് ഒരമ്മച്ചി കയറി വന്നു. ആ അമ്മച്ചി കറക്റ്റ് ഞങ്ങൾക്ക് 7 റൊട്ടിയും 3 കിലോ പഴമാണ് വേണ്ടത്. കറക്റ്റ് ആ 7 റൊട്ടിയും 3 കിലോ പഴവും തിണ്ണെ ഫോർജിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. മണർകാടെന്നാന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ അമ്മയെ കണ്ടിട്ടില്ല. മാതാവാണ് തന്നതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. നിരാലംബർക്കും അഗതികൾക്കുമായി സമർപ്പണം ചെയ്ത ജീവിതം. ആരോരുമില്ലാത്തവർക്ക് ആശ്രയമേകുന്ന ജീവിതം.
അനുദിനം കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിച്ച് ഇവിടെ ഇത് നിലകൊള്ളുന്നു. അനേകം നന്മയുള്ള വ്യക്തികൾ ഇവർക്ക് സഹായവും കരുതലുമേകി ഇവരോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. ഏതായാലും ലൈലാമ്മ എന്ന ഒരേ ഒരു പെണ്ണിന് മാത്രം ഈ പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ പിന്നിലെ ലൈലാമ്മയെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയും മറ്റ് സഹകരണങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നല്ലോ. ഞാൻ എപ്പോഴും ദൈവവചനത്തിലാണ് ആശ്രയിക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയ ചെറിയ സഹോദരൻ ഒരുവനും നിങ്ങൾ ചെയ്തു തന്നപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തു തന്ന കർത്താവിൻ്റെ വചനം ആണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു വചനം തോന്നിയെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ വേറെ എന്തെങ്കിലും കൂടെ ഒരു പ്രത്യാശയോ ഒരു വലിപ്പം കാണണമല്ലോ. അതുപോലെ ഞാൻ ചെറുപ്പത്തിൽ മദർ തെരേസ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഞ്ഞിക്കുഴിയിൽ അഭയവാനി മദർ തെരേസ സ്ഥാപനത്തിൽ പോയി ഇട ദിവസങ്ങളിൽ സമയമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ. ആ സമയത്ത് എനിക്ക് അവരുടെ ശുശ്രൂഷകൾ കണ്ടപ്പോൾ കൂടുതൽ എനിക്ക് ചെയ്യണമെന്ന്, ഇതുപോലെ തന്നെ ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നു കർത്താവ്. പിന്നീട് അങ്ങനെ ഈ പ്രയർ ലൈഫൊക്കെ എങ്ങനെ സഹായിക്കുമെന്ന് പറയാമോ? നമ്മുടെ ജീവിതത്തിലെ ഇതൊരു നല്ല പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ പറ്റില്ലല്ലോ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ഒരു 3-4 സമയങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതായത് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. പ്രാർത്ഥനയിൽ ഞാൻ ജപമാല ചൊല്ലും. അതോടൊപ്പം തന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളും മക്കളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്നത്തെ എല്ലാം ദൈവം എനിക്ക് ക്രമീകരിക്കും ഭംഗിയായിട്ട്. പ്രാർത്ഥനയുടെ ശക്തി ഈ ശുശ്രൂഷയുടെ കരുത്താകുന്നു. സ്വർഗത്തിലെ നല്ല ദൈവം ഇവരെ കുറവുകളില്ലാതെ പരിപാലിക്കുന്നു. ക്രൂശിതന്റെ കാരുണ്യം ഇവർക്കായി ഇവിടെ സ്നേഹമായി നിർവഹിക്കപ്പെടുന്നു. അപ്പം ഇതിനൊക്കെ സഹായം ആവശ്യമുണ്ടല്ലോ ആൾക്കാരുടെ. വെറും പ്രാർത്ഥന മാത്രം പോരല്ലോ. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ നടത്തി പോകണമെങ്കിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ല. അപ്പോൾ അതിന് സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് ഉപദേശം തരാനോ സഹകരിക്കാനോ ഒക്കെ വല്ലവരും ഉണ്ടോ? സഹായിക്കാൻ 7 ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ നല്ലവരായ പള്ളികളെ സംഘടനകൾ അങ്ങനെയുള്ള ജനങ്ങൾ നമ്മളെ സഹായിക്കും പ്രാർത്ഥനയായിട്ടും സാമ്പത്തികമായിട്ടും. പിന്നീട് ഈ മറ്റ് ഒരാളൊറ്റയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ആധ്യാത്മികമായി സഹായിക്കാനോ അല്ല മറ്റു ഉപദേശകരായിട്ടോ വല്ലവരൊക്കെ ഉണ്ടോ? ഉപദേശകർ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൻ്റെ ഈ ശുശ്രൂഷ മേഖലയിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പലരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയും നിനക്ക് എൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ നമുക്കൊരു നല്ല സംതൃപ്തി കിട്ടത്തില്ല, എപ്പോഴും നിരുത്സാഹപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ എല്ലാ സമ്പത്തും എൻ്റെ സമ്പത്ത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് അങ്ങനെ പോകുന്നത് കൊണ്ട് ദൈവം എന്നെ. ഏതെങ്കിലും കാലയളവിൽ ഇങ്ങനെ ആധ്യാത്മിക പിതാക്കന്മാരുടെ വല്ല സഹായം കിട്ടിയിട്ടുണ്ടോ? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രാരംഭഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറ്റ് ആധ്യാത്മിക പിതാക്കന്മാരുടെ അടുത്തും അതുപോലെ കരിസ്മാറ്റിക് ലീഡേഴ്സിൻ്റെ അടുത്തൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. നിനക്കിതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. പിന്നീട് ഞാൻ ജനങ്ങളിലേക്കല്ല ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങി. അപ്പം കർത്താവിൽ ആശ്രയിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ആണ് എനിക്ക് ഓരോ നിമിഷവും എന്നെ വഴികാട്ടുന്നത്. അത് നമ്മുടെ സഹോദരങ്ങളോടെ ആയിരിക്കാം. ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്, അവരിലൂടെയാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന സഹോദരങ്ങളുണ്ട്, ഇടവകയിലുള്ള സഹോദരങ്ങളുണ്ട്. അവരിലൂടെയൊക്കെ കർത്താവ് എനിക്ക് തക്ക സമയത്ത് ഉപദേശങ്ങൾ തരും, സഹായങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ശരിക്കുമുള്ള ദൈവപരിപാലനയിലേക്ക് വരാൻ വേണ്ടിയാണ് ആദ്യത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായത്. അതെ അതെ അതെ. ആദ്യം മനുഷ്യരിലാണ് ആശ്രയിച്ചിരുന്നത്. എന്ത് കുറവുണ്ടെങ്കിലും അന്നേരം ആരെങ്കിലും ആശ്രയിക്കും, എനിക്ക് ഇന്നുകൊണ്ടത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊക്കെ അതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം എല്ലാം നമുക്ക് തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത്. തന്നെയല്ല, ദൈവത്തിന്റെ ഇടപെടൽ നമ്മളിലുണ്ടായ കാര്യം അവർ മനസ്സിലാക്കണം നിർബന്ധമില്ല. അതെ അതെ. സന്നിവേശിത വരപ്രസാദമാണ് ഇതേ. അപ്പോൾ ഈ വരപ്രസാദത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇതിലൂടെ ആഴം ചിലർക്കൊക്കെ വേണം. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഉപദേശം കിട്ടിക്കാണത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് കർത്താവിൽ ആശ്രയിക്കാൻ പറഞ്ഞത്. അപ്പോൾ കർത്താവ് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, കൊള്ളാം. എൻ്റെ പേര് ജോർജ് ചാരമംഗലം. ഞാൻ അമേനൂർ തിരുഹൃദയ ഇടവ അംഗമാണ്. അമേനൂർ ജ്യോതിർഭവൻ ആയിട്ട് ബന്ധപ്പെടുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷങ്ങൾ അപ്പുറമായി. അവിടെ വരുന്ന നിരാലംബരും പാവങ്ങളും ബലഹീനരും ആരും പോലും ഇല്ലാത്ത അവരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ സാധിച്ചതിൽ അത് എൻ്റെ ജീവിതത്തിലും ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പേര് ചാക്കോ. ഞാൻ മീനടുത്ത് താമസിക്കുന്നു. ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ജോർജ് ഏട്ടൻ, ലൈലാമ്മയുടെ ഭർത്താവ് ജോർജ് ഏട്ടൻ, ലൈലാമ്മയും ഞാനും ചേർന്നാണ് ഈ സ്ഥാപനം സ്ഥാപിക്കാൻ ഒരു ഇത്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ച കാലങ്ങളിലെല്ലാം
ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഒന്നുമില്ലായ്മയിലും ദൈവത്തിൻ്റെ കരം നമുക്ക് കണ്ടെത്താനും അതിലൂടെ നമുക്ക് വലിയൊരു ആധ്യാത്മിക അനുഭവം ഉണ്ടാകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നുവരെയും ദൈവം പരിപാലിക്കുന്നു. എൻ്റെ പേര് റെജി മാത്യു. എൻ്റെ സ്ഥലം കോട്ടയം SH മൗണ്ടാണ്. ഈ സ്ഥാപനത്തിലേക്ക് ഏതാണ്ട് 15 വർഷം മുമ്പ് എൻ്റെ തുടക്കം മുതലേ ഞാനിവിടെ കടന്നു വരികയും ഈ സ്ഥാപനമായിട്ട് ചേർന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ദൈവം ഒരു അവസരം ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് ഞാൻ അനുദിനം ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ആരുമില്ലാതെ ഈ സ്ഥാപനത്തിൽ താമസിക്കുന്ന ഈ സഹോദരിമാരെ വന്ന് കാണുവാനും അവരിൽ ഉള്ള ആ ഒരു സന്തോഷം കണ്ട് എൻ്റെ ജീവിതത്തിലും അത് അനേകം അവസരങ്ങളിൽ നമുക്കിത്രയേറെ ദൈവം തന്നിട്ടും നമുക്കൊന്നും തികയാത്ത ഈ സാഹചര്യങ്ങളിൽ ഇവിടെ ഒന്നുമില്ലായ്മയിൽ ഈ സഹോദരിമാർ ഇവിടെ പ്രാർത്ഥിക്കുകയും ആ ദൈവാനുഭവം പങ്കുവെക്കുകയും സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾക്കും അത് വലിയൊരു അനുഭവമാക്കാനും നമ്മളുടെ ജീവിതത്തിൽ അത് പകർത്തുവാനും നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളും നമ്മുടെ സാന്നിധ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ഈ സ്ഥാപനത്തിന് വന്ന് ചെയ്തു കൊടുക്കാനും ഇത്രയും വർഷമായിട്ട് സാധിച്ചതിൽ ദൈവത്തിനൊരു 1000 നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിപാലന അനുദിനം ഇവർ ദർശിക്കുന്നു. ആരോരുമില്ലാത്ത അനേകർക്ക് ആലംബമായി അമയന്നൂർ എന്ന ഈ ദേശത്ത് ഈ പുണ്യഗേഹം നിലകൊള്ളുന്നു. അനേകം വ്യക്തികൾ ഇവർക്ക് കരുതലേകി ഇവരോടൊപ്പം ഈ മഹനീയ ദൗത്യത്തിൽ പങ്കുചേരുന്നു. വളരെ ചെറുപ്പകാലം മുതൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്തും ഇപ്പോഴീ പ്രസ്ഥാനം തുടങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലൊരു സ്ഥാപനമായി കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചോ അതോടൊപ്പം തന്നെ ഇതിപ്പോൾ നടത്തുന്നതിനെക്കുറിച്ചോ ലൈലാമ്മയ്ക്ക് എന്താ തോന്നുന്നത്? നടത്തുന്നതിനെക്കുറിച്ച് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ തൊട്ട് പാവങ്ങളെ സ്നേഹിക്കുക, സഹായിക്കുക, ശുശ്രൂഷയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കർത്താവിൽ ആശ്രയിച്ച് ഞാനൊരു ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴും ഇത് ഇങ്ങനെ ഒരു നവജിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തെങ്കിൽ പോലും ഇങ്ങനെയുള്ള സ്ഥാപനം തുടങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം എന്നിലൂടെ നിറവേറ്റുന്നതാണ്. എൻ്റെ ആഗ്രഹം ദൈവം നിറവേറ്റിത്തരുന്നതാണ് ഇങ്ങനെയൊരു ശുശ്രൂഷ നയിച്ചുകൊണ്ട് പോകുന്നത്. മുന്നോട്ടും ദൈവം തന്നെ പരിപാലിക്കുന്ന നാളെക്കുറിച്ച് എനിക്ക് ഇന്നേക്കുറിച്ചോ നാളെക്കുറിച്ചോ എനിക്ക് യാതൊരു ആശങ്കയില്ല. കാരണം ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവം പരിപാലിക്കുന്നതുകൊണ്ട് യാതൊരു ആശങ്കയില്ല. ദൈവം തമ്പുരാൻ വഴി നടത്തും. ഏതായാലും ലൈലാമ്മയോടുള്ള കണ്ടുമുട്ടലെ ഞാൻ ഓർക്കുകയായിരുന്നു, കേരളത്തിലെ പല ഇതുപോലുള്ള ശുശ്രൂഷ രംഗങ്ങളുണ്ടെങ്കിലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ളവരുടെ അറിവില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ കർത്താവിൻ്റെ പരിപാലന വളരെ ഭംഗിയായി സഹോദരിയെ ഒരു ഏകസ്ഥയാകാൻ ആഗ്രഹിച്ച ആളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇതാ ഭർത്താവിൻ്റെ മരണശേഷവും ഒരു സമർപ്പിത ജീവിതം പോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു. സഹോദരിയുടെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളും ഈ ഉള്ള അമ്മച്ചിമാരുടെ സ്നേഹവും അമ്മച്ചിമാരുടെ പ്രാർത്ഥനാ ശൈലികളൊക്കെ കണ്ടപ്പോഴേ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് പലപ്പോഴും ബൈബിളിൽ ധാരാളം ധീര വനിതകളെ കാണാം നമുക്ക്. ഞാൻ ഓർക്കുകയാണ്, ഈ കംഫർട്ട് സോൺ പൊളിക്കുക എന്ന് പറയും, അതായത് സുരക്ഷിത മേഖല പൊളിക്കുക. കർത്താവ് പറഞ്ഞില്ല, ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര. ഞാൻ പറയും, കൽക്കട്ടയിലെ മദർ തെരേസ അന്ന് കോൺവെൻറ്റിൻ്റെ സുരക്ഷിതത്വത്തിലും അന്നൊരു നല്ല ടീച്ചർ ജോലിയൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ആ സമയത്താണ് ആ സുരക്ഷിതത്വത്തിൽ നിന്നാൽ പോരാ, അതിനും അപ്പുറത്ത് ചിലത് ചെയ്യാനുണ്ട്. അവിടെ നിന്നാണ് കൽക്കട്ടയിൽ തെരുവിലേക്ക് വരുന്നത്. തെരുവിൽ വന്ന ആദ്യത്തെ കാലയളവിൽ ആരുടെയും സപ്പോർട്ടല്ല കിട്ടിയത്. പലപ്പോഴും ആളുകളെ തന്നെ സംരക്ഷിക്കാൻ വശമില്ലാതെ വിഷമിച്ചു. പക്ഷേ മദർ പൊളിച്ച ആ കംഫർട്ട് സോൺ പൊളിച്ചത് ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർക്ക് സഹായകമായി. അതുപോലെ തന്നെ മദർ തെരേസയുടെ ഗവൺമെൻറ്റിൽ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു തീപ്പൊരി ലൈലാമ്മ എന്നൊരു പെൺകുട്ടിയിൽ അകത്ത് വീഴുകയും അത് ജ്വലിച്ച് ഇന്ന് ഇത്രയും 10-30 പേരെ ഇവിടെ സംരക്ഷിക്കാനും ഇതുവരെ വളരെയധികം പേര് ഇവിടെ വന്നുപോയി കാണണം, അവരെയും ഒക്കെ നോക്കാൻ കർത്താവ് ഉപയോഗിച്ചു. ലൈലാമ്മയുടെ ജീവിതം അനേക വനിതകൾക്കും അനേക സ്ത്രീകൾക്ക് തങ്ങളിൽ കർത്താവ് കടന്നു വന്നാൽ പലതും ചെയ്യാനുണ്ടെന്നുള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന് ലൈലാമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.